എന്റെ പൊന്നേ, അമ്പലത്തിലൊന്ന് പോയതാണ്. എന്താ ചൂടെന്ന് അറിയാം പുറത്ത്. സൈക്കിളിലാട്ടാ അസാധ്യ ചൂടാണ് പുറത്ത്. അമ്പലത്തിൽ പോയി വെളിയിലേക്ക് ഇറങ്ങി വെക്കി നല്ല ചൂട്. നീരെന്താ കഴിക്കണേ? ഐസ്ക്രീം വെച്ചാ എക്സാം നടക്കാം. ഭയങ്കര ചൂട്, ശരീരം ചൂട്, തലയും ചൂട്. ഐസ്ക്രീം അല്ല കഴിക്കണം, തണുപ്പുണ്ടല്ലേ ഇതിന്. നീരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അപ്പളത്തെ ഒരു തണുപ്പ് മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലാവണ്ട. അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് മാർച്ച് മാസം അസാധ്യ ചൂടല്ലേ. ഈ ചൂടിന് നമ്മുടെ ശരീരം തണുക്കണമെങ്കിൽ കുക്കമ്പർ മേടിച്ചിട്ടുണ്ടാ. കുക്കമ്പർ ഇടാ. ഈ സാധനത്തിന്റെ തോല് ചെറുതായിട്ട് ചെറുക്കുക, എന്നിട്ട് കണ്ടിച്ചിട്ട് വെറുതെ ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് ജലാംശത്തിന്റെ അളവ് കൂടും. സൂപ്പറാണ് ഈ സാധനം. നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. ഐസ്ക്രീമും കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ ഒരു കൂള് മാത്രമേ കിട്ടുള്ളൂ എന്ന് മാത്രം. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പഞ്ചസാരയും പാലക്കുടിയിൽ വരുന്നല്ലേ, പിന്നെ നല്ല ഇതായിരിക്കും, രുചിയായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ അപ്പോഴത്തെ ഒരു കൂള് നമ്മുടെ ഉള്ളിൽ കിട്ടും. പക്ഷെ അത് നിൽക്കില്ല. പക്ഷെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ഈ കുക്കമ്പർ, അതുപോലെ തന്നെ ഈ തണ്ണിമത്തൻ, മാതള നാരങ്ങ, അതൊക്കെ കഴിച്ചാൽ നല്ല തൂള് കിട്ടും. അപ്പൊ നമുക്കത് വെട്ടി അരിഞ്ഞിട്ട് കഴിച്ചു നോക്കിയാൽ നല്ല കൂളാവും. വാ. ബിആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കമ്പർ കട്ട് ചെയ്യാൻ പോവാണ്. ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് നമ്മുടെ ശരീരത്തില് ഈ വേനൽക്കാലത്ത്, നല്ല ചൂടല്ലേ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ നല്ല ജലാംശം ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഇത് കഴിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ കുക്കമ്പർ മേടിച്ച് കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ തണ്ണിമത്തൻ ആ സാധനം മേടിച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതില് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇത് മാത്രം ഇതിന്റെ തോലൊന്ന് ഒരു ലേശം കളയണം. അതിന്റെ ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ട് കുറച്ച് കളയണം. അപ്പൊ ഇന്നലെ നിരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ മാങ്ങയുടെ വീഡിയോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ എക്സ്പീരിയൻസ് നല്ല ഒരു ഇതായിരുന്നു, രസമായിരുന്നു അല്ലേ? അപ്പൊ ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങള്. അപ്പൊ എന്താ വെച്ചാൽ ചൂടുകാലം ആയതുകൊണ്ട് വിയർത്ത് കുളിക്കണമെന്നുണ്ട്. അത്രയും ചൂടാ. നമുക്ക് റൂമിൽ നിൽക്കാൻ പറ്റില്ല. നമ്മള് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാറ്റ് കിട്ടുമെന്ന് വിചാരിച്ചാൽ അസാധ്യ ചൂടാണ്. അതൊക്കെയാണ് കുഴപ്പം. അപ്പൊ അത് നമുക്ക് വെട്ടിയിട്ട് നമുക്ക് അരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? പൊട്ടാസ്യം നല്ലോണം ഉണ്ട് ഇതിന്. പിന്നെ കലോറിയും കുറവാണ്, ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ വിറ്റാമിൻ കെയും സിയും അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഇത്. നമ്മുടെ ജലാംശമൊക്കെ നല്ലോണം ശരീരത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോ ശരീരമൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യണം, നല്ലതൊക്കെ ആവണം ആൾക്കാർക്ക്. വണ്ണം കുറയ്ക്കണം മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ നല്ല രസത്തിൽ കുഴപ്പമില്ലാണ്ട് പോകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കഴിച്ച് ചൂടില്ലാണ്ട് നല്ല പവർഫുൾ ആയിട്ട് കഴിക്കാം, നിലനിന്ന് പോകാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. കഴിക്കാൻ പറ്റുക. അതെ, ഇപ്പൊ കഴിക്കാൻ പറ്റും. മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടല്ലേ. ഈ ചൂടത്ത് കഴിക്കാൻ മാർച്ചിലെ ആനുവൽ എക്സാം കുട്ടികൾക്ക് അതിലേറെ ചൂട്, തലയ്ക്ക് ചൂട് പിടിച്ച് കിടക്കേണ്ടവര്. അത് ഒരു മാസം ഫുള്ളായിട്ടുണ്ട് എക്സാം. ഇതിങ്ങനെ നമുക്കിനെ അരിച്ചെടുക്കാം. നമുക്കിനെ അപ്പൊ നമ്മളിങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണത്. സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ട് ഓരോ കഷ്ണം തിന്നാൻ നല്ല ടേസ്റ്റ് ആയ സാധനത്തിന്. അത് മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ചൂടുകാലത്ത് നമ്മുടെ ശരീരം തണുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല നല്ല മാർഗങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇതൊക്കെ എല്ലാവരും മേടിച്ച് കഴിക്കണം. കാരണം തന്നെ നല്ല ചൂടാണ്. അതുപോലെ നല്ലോണം വെള്ളം കുടിച്ചോളുക. വെള്ളം കുടി ഒരിക്കലും ഒഴിവാക്കണ്ട. എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് വെള്ളം കുടിക്കാൻ. ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ വൈക്ക് തന്നെ 1 ലിറ്റർ വെള്ളം കുടിക്കും, വെറും വയറ്റിൽ കേട്ടോ. 1 ലിറ്റർ വെള്ളം കഴിച്ചിട്ടാണ് പിന്നെ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ. ചുമ്മാതല്ല, അച്ഛൻ രാവിലെ തന്നെ എഴുന്നേറ്റോടെ 1 ലിറ്റർ വെള്ളം കുടിക്കും. ഞാൻ കുടിക്കാറില്ല. എനിക്ക് അങ്ങനെ കുടിക്കാൻ ഇഷ്ടമല്ല, അറിയില്ല. അങ്ങനെ ചോദിക്കാം. അച്ഛൻ കുടിക്കും, എന്താ അറിയില്ല. അച്ഛൻ കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. നമ്മളത് ശീലിച്ചു. അത് മാത്രല്ല, അച്ഛൻ വെള്ളം കുടിക്കണമെന്നാന്ന് മേത്തുനിന്ന് വെള്ളം വരില്ല. ഞാൻ പക്ഷെ ഉണ്ട് ഇന്ന് വരക്കാം, തരി പോലും വറക്കുന്നില്ല. അപ്പൊ നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് വെള്ള കളർ. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പച്ച പ്ലേറ്റ്, പച്ച കുക്കുമ്പർ, പച്ച
വെള്ളം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.